എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുത്ത ടോപ്പിക്ക് ബാങ്കുകളാണ്. SCERT പ്ലസ് എക്സ്ട്രാ ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണിത്. ബാങ്കുകളിൽ ആദ്യമായിട്ട് റിസർവ് ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI, ഭാരതീയ റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് രൂപീകൃതമായത്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. 1949 ജനുവരി 1 റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചു. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്കിന്റെ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗം കടുവയാണ്, വൃക്ഷം എണ്ണപ്പനയാണ്. ഇനി റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള SCERT ഫാക്ട്സ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങൾ നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ഇതൊക്കെയാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ. നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ഇനി നോട്ട് അച്ചടിച്ചിറക്കൽ. ഉപയോഗത്തിലുള്ള നോട്ടുകളിൽ 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്കാണ്. 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഇനി വെറുതെ നോട്ട് അടിക്കാൻ പറ്റില്ല. നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യമോ കരുതലായി സൂക്ഷിക്കണം. അങ്ങനെയാണ് RBI നോട്ട് അടിച്ചിറക്കുന്നത്. 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും, ഇന്ന് 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് RBI ആണ്. 1 രൂപയും അനുബന്ധ നാണയങ്ങൾ അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഇനി നോട്ട് വെറുതെ അടിക്കാൻ പറ്റില്ല. നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന പണമോ സ്വർണമോ അല്ലെങ്കിൽ വിദേശ നാണ്യ ശേഖരമോ കരുതലായിട്ട് സൂക്ഷിക്കണം. റിസർവ് ബാങ്കിന്റെ രണ്ടാമത്തെ ധർമ്മമാണ് വായ്പ നിയന്ത്രിക്കുക എന്നുള്ളത്. വായ്പാ നിയന്ത്രണം റിസർവ് ബാങ്കിന്റെ ഒരു പ്രധാന ചുമതലയാണ്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വായ്പയുടെ അളവ് കുറയും. അപ്പോൾ പലിശ നിരക്കും വായ്പയുടെ അളവും വിപരീത അനുപാതത്തിലാണ്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയും, പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടും. മൂന്നാമത്തെ ധർമ്മമാണ് സർക്കാരിന്റെ ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക. ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർക്കാരുകൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല. നാലാമത്തെ ധർമ്മമാണ് ബാങ്കുകളുടെ ബാങ്ക്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുക എന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായി പ്രവർത്തിക്കുന്നു. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് RBI. ഇനി ബാങ്കുകളെ മാത്രമല്ല, രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്നതും RBI ആണ്. ഇത്രയാണ് റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങൾ. ഒന്ന്, നോട്ട് അടിച്ചിറക്കുക. നോട്ട് അച്ചടിച്ചിറക്കുക എന്ന് പറയുമ്പോൾ 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യമോ കരുതലായി സൂക്ഷിക്കണം. രണ്ടാമത്തേത് വായ്പ നിയന്ത്രിക്കുക. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പ കുറയും, പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പ കൂടും. പിന്നെ സർക്കാരിന്റെ ബാങ്കാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അവർക്ക് വായ്പ നൽകുക ഒക്കെ റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. ബാങ്കുകളുടെ ബാങ്ക്. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നത്, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതും റിസർവ് ബാങ്കാണ്. ഈ ബാങ്കുകളോടനുബന്ധിച്ച് പഠിക്കേണ്ട മറ്റൊരു ഫാക്റ്റാണ് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പൊതുവായിട്ട് ധനകാര്യ സ്ഥാപനങ്ങളെ 2ആയി തിരിക്കാം. ഒന്ന് ബാങ്കുകൾ, മറ്റൊന്ന് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കുകൾ തന്നെ 4 തരത്തിലുണ്ട്. വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്, വികസന ബാങ്കുകളുണ്ട്, സവിശേഷ ബാങ്കുകളുണ്ട്. ഇനി ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ. ഇനി മറ്റ് ബാങ്കുകളെ കുറിച്ചാണ് പറയുന്നത്.
പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പം ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഇനി എന്തൊക്കെ ധർമ്മങ്ങളാണ് ബാങ്കുകൾ വഹിക്കുന്നത്? ഒന്ന്, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കും. നിക്ഷേപത്തുക പലിശയോടെ തിരികെ നൽകും. അതേപോലെ തന്നെ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുന്നു. വായ്പാ തുക പലിശയോടെ തിരിച്ചു വാങ്ങുന്നു. നിക്ഷേപം സ്വീകരിക്കുമ്പോൾ പലിശ നൽകും. വായ്പ നൽകുമ്പോൾ പലിശ വാങ്ങും. പക്ഷേ നിക്ഷേപങ്ങൾക്ക് ചുമത്തുന്ന പലിശ വായ്പകൾക്ക് ചുമത്തുന്ന പലിശയേക്കാൾ കുറവായിരിക്കും. അതാണ് ഈ ബാങ്കുകളുടെ പ്രധാന വരുമാനം. ഈ രണ്ട് പലിശകളും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ പ്രധാന വരുമാനം. നിക്ഷേപത്തുകയ്ക്ക് നൽകുന്ന പലിശയേക്കാൾ കൂടുതൽ പലിശയാണ് വായ്പകൾക്ക് ബാങ്കുകൾ സ്വീകരിക്കുന്നത്. ഇനി ബാങ്കുകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. 1770 സ്ഥാപിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇനി അന്ന് മുതൽ ഇന്ന് വരെയുള്ള ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ നമുക്ക് 3 ഘട്ടങ്ങളായി തിരിക്കാം. അതിൽ ആദ്യത്തേത് 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടം. അതാണ് ആദ്യഘട്ടം. 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള ആദ്യഘട്ടം. ഈ ഘട്ടത്തിലാണ് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബോംബെ എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഈ ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം വളർച്ചയൊക്കെ വളരെ സാവധാനമായിരുന്നു. പ്രധാനപ്പെട്ട 3 ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ. ഇനി 1969 മുതൽ 1990 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായി. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. 1980 ബാക്കി 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. അപ്പോൾ 1969 മുതൽ 1990 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായി. സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാട് ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചു. 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അതാണ് രണ്ടാം ഘട്ടം. ഒന്നാം ഘട്ടം 1770 മുതൽ 1969 വരെ. രണ്ടാം ഘട്ടം 1969 മുതൽ 1990 വരെ. ഇനി മൂന്നാം ഘട്ടമാണ് 1991 മുതൽ ആരംഭിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ബാങ്കിങ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ, അതായത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പ നൽകുക തുടങ്ങിയ അടിസ്ഥാന ധർമ്മങ്ങളോടൊപ്പം തന്നെ മറ്റനേക സേവനങ്ങൾ നടപ്പിലാക്കി. വേഗം, സമയലാഭം, നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്ക് സഹായകമാകുന്ന പല പരിഷ്കാരങ്ങളും ബാങ്കുകൾ വരുത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമാണ് ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പിന്നെ ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ്. ഇങ്ങനെയുള്ള എല്ലാ നൂതന സംവിധാനങ്ങളും മൂന്നാം ഘട്ടത്തിൽ വികസനത്തിൻ്റെ ഫലമായി വന്നതാണ്. ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ഇത്തരം ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മൂന്നാം ഘട്ടത്തിലാണ് അടിസ്ഥാന ധർമ്മങ്ങളോടൊപ്പം മറ്റ് ധർമ്മങ്ങൾ കൂടി ബാങ്കുകൾ വഹിച്ചു തുടങ്ങിയത്. ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് തുടങ്ങിയവ വന്നു. പിന്നെ പുത്തൻ തലമുറ ബാങ്കുകൾ വന്നു. ഇതൊക്കെ മൂന്നാം ഘട്ടത്തിൽ വന്നതാണ്. പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ ധാരാളം മാറ്റങ്ങൾ പ്രകടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് SBI. അതിൽ 2017 ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ ലയിപ്പിച്ചു. ബാങ്കുകൾ അടിസ്ഥാനപരമായി ഒരേ ധർമ്മമാണ് നിർവഹിക്കുന്നതെങ്കിലും ചില പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഇനി പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു.